ഹലോ, ട്യൂട്ടോറിയത്തിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി ജയകുമാർ. ഹോപ്പ് യു ഡൂയിങ് വെൽ. ഈ വീഡിയോയിൽ നമുക്ക് CUET-യിലെ ഇംഗ്ലീഷ് സെക്ഷനിലെ ഒരു കോമൺ ക്വസ്റ്റ് ടൈപ്പ് നോക്കാം. ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആൻസേഴ്സ് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ആൻസർ കറക്റ്റ് ആയിട്ടുള്ള ടെൻസിന്റെ ബേസ് ചെയ്തിട്ടാണ്. സോ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. വൺസ് ഐ ഡാഷ് ടു ടേക്ക് കെയർ ഓഫ് എ സ്പെഷ്യൽ ഗസ്റ്റ് ഹു ഡാഷ് ടു അറ്റൻഡ് ദ ഹൈ ലെവൽ മീറ്റിംഗ്. He dash a very grumpy old person who dash angry and fed up very fast over everything. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് വേർഡ് ആണ് അതിന്റെ കറക്റ്റ് ഫോം നമ്മൾ ചൂസ് ചെയ്യണം, കറക്റ്റ് ടെൻസ് ഫോം ചൂസ് ചെയ്യണം. സോ ഇതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി കാണിച്ചു തരാം. എസ്പെഷ്യലി നമുക്കൊരു സിംഗിൾ സെന്റൻസിൽ രണ്ട് ഇൻസിഡൻസ് അല്ലെങ്കിൽ രണ്ട് ആക്ഷൻസ് ഉള്ള സ്റ്റേജസ് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സെന്റൻസസ് കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ടൈം വെച്ച്, അതായത് സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന രീതിയല്ല അല്ലെങ്കിൽ ആ ഓർഡർ അല്ല പറയുന്നത്, ടൈമിന്റെ ഓർഡർ ആണ് പറയുന്നത്. ടൈം വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഫസ്റ്റ് ആക്ഷൻ അത് എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. സെക്കൻഡ് ആക്ഷൻ വെറും പാസ്റ്റ് ടെൻസിലും. അപ്പൊ ഇവിടെ വൺസ് ഐ ടു ടേക്ക് കെയർ ഓഫ് എ സ്പെഷ്യൽ ഗസ്റ്റ് ഹു ഡാഷ് ടു അറ്റൻഡ് എ ഹൈ ലെവൽ മീറ്റിംഗ്. സോ ആദ്യം സ്പെഷ്യൽ ഗസ്റ്റ് വന്നു, ഹൈ ലെവൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ എന്നെ അയാളുടെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ആക്ഷൻ ദ ഗസ്റ്റ് കെയിം ആണ്. അപ്പം ഇതിനകത്ത് ഈ കം എന്നുള്ളതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും നമുക്ക് നോക്കേണ്ടത്. പെർഫെക്റ്റ് ടെൻസ് കണ്ടുപിടിക്കാൻ എപ്പോഴും നോക്കേണ്ടത് ഹാവിന്റെ ഫോംസ് ആയിരിക്കും. പ്രസന്റ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലും ഹാവിന്റെ ഏതെങ്കിലും ഒരു ഫോം, ഹാവ്, ഹാസ്, ഹാഡ്, വിൽ ഹാവ്, ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ടെൻസ് ആണ്. സോ ഇവിടെ ഹാഡ് കം എന്നുള്ളത് നോക്കണം. അപ്പൊ അതുള്ള ഓപ്ഷൻ ബി മാത്രമാണ്. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ, ഹാഡ് കം. സോ ഐ വാസ് ആസ്ഡ്. ആസ്ഡിന് വ്യത്യാസമുണ്ട്. ഐ ആസ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ളതാവും, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു എന്നുള്ളതാകും. ഐ വാസ് ആസ്ഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി തന്നു, എന്നോട് അത് ചെയ്യാൻ പറഞ്ഞു എന്നുള്ള മീനിങ് വരും. ആ ഒരു ഡിഫറൻസും ഉണ്ട് ആസ്ഡ് വേഴ്സസ് വാസ് ആസ്ഡിന്. ഹു ഹാഡ് കം, he was a very grumpy old person who got angry. സോ ഇതെല്ലാം ബാക്കി പാസ്റ്റ് ടെൻസിലാണ്. ഇനി ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണെന്നറിയാൻ ദാ വൺസ് എന്നുള്ളത് നോക്കിയാൽ മതി. സോ കഴിഞ്ഞു പോയ എന്തോ ഒരു കാര്യമാണ് നമ്മൾ വൺസിൽ പറയുന്നത്, വൺസ് വെച്ച് തുടങ്ങുന്നത്. സോ ദിസ് എൻറ്റയർ സെന്റൻസ് ഇസ് ഇൻ പാസ്റ്റ് ടെൻസ് ആൻഡ് യുവർ ഫസ്റ്റ് ആക്ഷൻ, സെക്കൻഡ് ആക്ഷൻ പാസ്റ്റ് ടെൻസിലും ഫസ്റ്റ് ആക്ഷൻ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും ആയിരിക്കും. സോ ദി ഈസ് ദി ആൻസർ. So I hope you've understood this. If at all you have any doubts, please do drop them in the comments and we'll be happy to respond. So happy learning. Bye.